കുറേ സിനിമകൾ നമ്മൾ റിലീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ മോഹൻലാലിന്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കുന്നതും നമ്മൾ ഈയിടെയായി കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ മമ്മൂട്ടിയുടെ സിനിമകൾ റിലീസ് ചെയ്തിട്ട് ഒരാഘോഷവുമാക്കാതെ പോകുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട്. ഇനി ദിലീപിന്റെ സിനിമകൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അത് ഇനി വരും ദിവസങ്ങളിൽ ദിലീപിന്റെ സിനിമകളും റിലീസിനുണ്ടാകും. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ നമ്മളിന്ന് പറയാൻ പോകുന്നത് അതല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 3 താരങ്ങളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിലീസ് സിനിമയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമ തിയേറ്ററുകളിൽ നല്ല വലിയ ഓളമുണ്ടാക്കും, ആഘോഷമാക്കും എന്നൊക്കെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. ആദ്യം നമ്മൾ മോഹൻലാലിന്റെ റിലീസ് ആണ് പറയാൻ. മോഹൻലാലിന്റെ ഇപ്പോഴത്തെ റിലീസ് സിനിമകളുടെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ സിനിമകൾ ഉടൻ തന്നെ എന്തൊക്കെയോ ഒരു ഉത്സവം പോലെ, ഉത്സവം മാറി നിൽക്കുന്ന അത്രയൊക്കെ ഒരു ആഘോഷമാണ് മോഹൻലാലിന്റെ റിലീസ് സിനിമകൾ നമ്മൾ കണ്ടുവരുന്നുള്ളത്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന മോഹൻലാലിന്റെ റിലീസ് സിനിമയാണ് നരൻ. നരൻ എന്ന സിനിമ റിലീസ് ചെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥ, അത് ഞാൻ പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നു. മറ്റേ പാട്ടിലൊക്കെ ഉള്ള അവസ്ഥ എന്തൊക്കെയാകും. അപ്പോൾ ഇതിനെ പറയാനുള്ള മെയിൻ ഡയറക്ടറാണ് ജോഷി. ജോഷി എന്ന സംവിധായകന്റെ ഓരോ ഷോട്ടുകളും വേറെ ലെവലാണ്. പിന്നെ മോനെ, തിയേറ്ററിന് പറയേണ്ട ആവശ്യമുണ്ടോ? നരൻ എന്ന സിനിമ ഒക്കെ റിലീസ് ചെയ്തുള്ള അവസ്ഥയെ അത് മോഹൻലാലിന്റെ ഫാൻസിന് മാത്രമേ അറിയുള്ളൂ. ഇതാണ് മോഹൻലാലിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിലീസ് സിനിമകൾ ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള സിനിമകൾ മോശമായിട്ടല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മോഹൻലാലിന്റെ റിലീസ് സിനിമ നരനാണ്. അടുത്തത് മമ്മൂട്ടിയുടെ റിലീസ് ആണ്. മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ റിലീസ് സിനിമകളുടെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ മോശമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു നടന്റെ സിനിമ ഇത്രയും മോശമാവാനുള്ള കാരണം അവർ സെലക്ട് ചെയ്യുന്ന സിനിമകളുടെ കുഴപ്പമാണ്. അല്ലാതെ മമ്മൂട്ടിയുടെ ആരാധകരെ ഞാൻ കുറ്റം പറയില്ല. അപ്പോൾ ഞാൻ മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന റിലീസ് സിനിമയാണ് ബിഗ് ബി, ബിലാലിക്ക. ബിലാലിക്കനെ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ബിലാലിക്കനെ ഒന്ന് ഒരു 4Kയിൽ കാണാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ബിഗ് ബി എന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ആരാധകരുടെ ഒരു പവർ നമുക്കറിയാം. തീരെ ആവേശമില്ലാത്തൊരിതാണ്. അപ്പോൾ ബിഗ് ബി എന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് മമ്മൂട്ടിയുടെ ആരാധകരുടെ പവർ നമുക്ക് കാണാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ എഴുതുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വെറും ഒരു റിലീസ് അല്ല, സിനിമ ഇത് ഇറങ്ങിയ സമയത്ത് പരാജയ സിനിമയായിരുന്നു. അപ്പോൾ ഇനി ഇത് റിലീസ് ചെയ്യുമ്പോൾ ഒരു വിജയം കൂടെ ആകുമെന്നാണ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ ദിലീപിന്റെ റിലീസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ദിലീപിന്റെ ഒരു സിനിമ പോലും ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഇനി അടുത്തത് വരാനിരിക്കുന്ന ദിലീപിന്റെ റിലീസ് സിനിമയാണ് കല്യാണരാമൻ. ആ സിനിമ എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ തന്നെ റിലീസ് വിജയം തന്നെ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ദിലീപിന്റെ ഞാൻ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് വൺ ആൻഡ് ഓൺലി റൺവേ. റൺവേ എന്ന സിനിമ ദിലീപിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു റിലീസ് സിനിമ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് ദിലീപ് റൺവേ ചെയ്യുന്നതിന് മുമ്പ് കൂടുതലും കോമഡി റോളുകളിലായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദിലീപ് ഒരു ആക്ഷൻ, ഒരു മാസ് സിനിമയിൽ വരുമ്പോൾ ദിലീപിന് മാസ് ചെയ്യാൻ പറ്റുമോ എന്ന് വരെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ദിലീപിന് കോമഡി മാത്രമല്ല ആക്ഷൻ സിനിമകളും അല്ലാതെ മാസ് സിനിമകളും ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തന്നൊരു സിനിമയാണ് റൺവേ എന്ന സിനിമ. റൺവേ എന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ ദിലീപിന്റെ ആരാധകർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ആഘോഷമാക്കാൻ പറ്റുന്ന ഒരു റിലീസ് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഈ 3 താരങ്ങളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിലീസ് സിനിമകൾ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ 500 സബ്സ്ക്രൈബിലേക്ക് നമുക്ക് വേഗം എത്തിക്കണം. 500 സബ്സ്ക്രൈബ് ലോഡിംഗ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ 500 സബ്സ്ക്രൈബ് നമുക്ക് എത്തിച്ചാൽ നമുക്ക് വേഗം നമ്മുടെ യൂട്യൂബിന്റെ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുന്നേറാൻ കഴിയും. അപ്പോൾ എന്തായാലും നിങ്ങൾ 500 സബ്സ്ക്രൈബ് ഒന്ന് വേഗം തന്നെ ആക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും.
അപ്പോൾ എന്തായാലും ബൈ ബൈ.